എക്കൽ മണ്ണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനമാണ് എക്കൽ മണ്ണ്. അപ്പം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനമാണ് എക്കൽ മണ്ണ്. രാജ്യത്തിൻ്റെ മൊത്തം വിസ്തൃതിയുടെ 40% എക്കൽ മണ്ണാണ്. രാജ്യത്തിൻ്റെ മൊത്തം വിസ്തൃതിയുടെ 40% എക്കൽ മണ്ണാണ്. ഇന്ത്യയിൽ ഏറ്റവും ഉൽപ്പാദനക്ഷമത കൂടിയ മണ്ണും എക്കൽ മണ്ണാണ്. ഇന്ത്യയിൽ ഏറ്റവും ഉൽപ്പാദനക്ഷമത കൂടിയ മണ്ണ് എക്കൽ മണ്ണാണ്. നദീതീരങ്ങളിലും ഉത്തരേന്ത്യൻ സമതലങ്ങളിലും വ്യാപകമായി കാണപ്പെടുന്ന മണ്ണാണ് എക്കൽ മണ്ണ്. അപ്പോൾ ഉത്തരേന്ത്യൻ സമതലങ്ങളിലും നദീസമതലങ്ങളിലും വ്യാപകമായി കാണപ്പെടുന്ന മണ്ണാണ് എക്കൽ മണ്ണ്. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികളുടെ നിക്ഷേപ ഫലമായി രൂപം കൊള്ളുന്ന മണ്ണാണ് എക്കൽ മണ്ണ്. അപ്പം ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികളുടെ നിക്ഷേപ ഫലമായി രൂപം കൊണ്ട മണ്ണാണ് എക്കൽ മണ്ണ്. ജൈവാംശങ്ങളും തരിമണലും കളിമണ്ണും ചേർന്നതാണ് എക്കൽ മണ്ണ്. ജൈവാംശങ്ങളും തരിമണലും കളിമണ്ണും ചേർന്നതാണ് എക്കൽ മണ്ണ്. ബ്രഹ്മപുത്ര, ഗംഗ സമതലങ്ങളുടെ കീഴ്ഘട്ടത്തിലും മധ്യഘട്ടത്തിലും എക്കൽ മണ്ണ് കൂടുതൽ നേർത്തതും കളിമണ്ണ് കലർന്നതുമായിരിക്കും. അപ്പോൾ ഒന്നുകൂടെ പറയാം. ഗംഗ, സിന്ധു, ബ്രഹ്മപുത്ര നദികളുടെ നിക്ഷേപ ഫലമായി രൂപം കൊണ്ട മണ്ണാണ് എക്കൽ മണ്ണ്. ജൈവാംശങ്ങളും തരിമണലും കളിമണ്ണും ചേർന്നതാണ് എക്കൽ മണ്ണ്. ബ്രഹ്മപുത്ര, ഗംഗ സമതലങ്ങളുടെ കീഴ്ഘട്ടത്തിലും മധ്യഘട്ടത്തിലും എക്കൽ മണ്ണ് കൂടുതൽ നേർത്തതും കളിമണ്ണ് കലർന്നതുമായിരിക്കും. ഓക്കെ. പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ട് പോകും തോറും എക്കൽ മണ്ണിൽ അടങ്ങിയിട്ടുള്ള മണലിൻ്റെ അംശം കുറഞ്ഞു വരുന്നു. അപ്പം പടിഞ്ഞാറ് ഭാഗത്ത് നിന്നും കിഴക്കോട്ട് പോകും തോറും എക്കൽ മണ്ണിൽ അടങ്ങിയിട്ടുള്ള മണലിൻ്റെ അംശം കുറഞ്ഞു വരുന്നു. ഉപദ്വീപീയ മേഖലകളിൽ കിഴക്കൻ തീരത്തും നദീതാഴ്വരകളിലും എക്കൽ മണ്ണ് കാണപ്പെടുന്നു. അപ്പോൾ ഒന്നുകൂടെ പറയാം. ഉപദ്വീപീയൻ മേഖലകളിൽ കിഴക്കൻ തീരത്തും നദീതാഴ്വരകളിലും എക്കൽ മണ്ണ് കാണപ്പെടുന്നു. എക്കൽ മണ്ണ് പൊട്ടാഷ് സമ്പന്നവും അതേസമയം ഫോസ്ഫറസ് കുറവുമായ മണ്ണാണ് എക്കൽ മണ്ണ്. അപ്പോൾ എക്കൽ മണ്ണിൽ പൊട്ടാഷ് സമ്പന്നമുണ്ട്, എന്നാൽ എന്താണ്, ഫോസ്ഫറസ് കുറവുമാണ്. അതാണ് എക്കൽ മണ്ണിൻ്റെ പ്രത്യേകത. എക്കൽ മണ്ണിൽ നൈട്രജൻ്റെ അളവ് വളരെ കുറവാണെങ്കിലും വളക്കൂറുള്ള മണ്ണാണ് എക്കൽ മണ്ണ്. അപ്പം എക്കൽ മണ്ണിൽ നൈട്രജൻ്റെ അളവ് വളരെ കുറവാണെങ്കിലും വളക്കൂറുള്ള മണ്ണാണ് എക്കൽ മണ്ണ്. എക്കൽ മണ്ണിൻ്റെ നിറം ഇളം ചാരനിറം മുതൽ കടും ചാരനിറം വരെ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു. അപ്പോൾ എക്കൽ മണ്ണിൻ്റെ നിറം ഇളം ചാരനിറം മുതൽ കടും ചാരനിറം വരെ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു. നിക്ഷേപത്തിൻ്റെ കനം, തരികളുടെ വലിപ്പം, പാകമാകാനെടുക്കുന്ന സമയം എന്നിവയെ ആശ്രയിച്ചാണ് എക്കൽ മണ്ണിൻ്റെ നിറം രൂപപ്പെടുന്നത്. ഒന്നുകൂടെ പറയാം. നിക്ഷേപത്തിൻ്റെ കനം, തരികളുടെ വലിപ്പം, പാകമാകാനെടുക്കുന്ന സമയം എന്നിവയെ ആശ്രയിച്ചാണ് എക്കൽ മണ്ണിൻ്റെ നിറം രൂപപ്പെടുന്നത്. നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണാണ് എക്കൽ മണ്ണ്. അപ്പം നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണും എക്കൽ മണ്ണാണ്. ഈ മണ്ണിൻ്റെ താഴെയുള്ള ഭാഗങ്ങളിൽ കാൽസ്യം നിക്ഷേപം ഉണ്ടാവുന്ന കങ്കർ പാളികൾ കാണപ്പെടുന്നു. അപ്പം ഈ മണ്ണിൻ്റെ താഴെയുള്ള ഭാഗങ്ങളിൽ കാൽസ്യം നിക്ഷേപിച്ചുണ്ടാകുന്ന കങ്കർ പാളികൾ കാണപ്പെടുന്നു. ഇത്രയേ ഉള്ളൂ എക്കൽ മണ്ണ്.